നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിടെ കേട്ടിട്ടുള്ള ഒരു ന്യൂസാണ് DB സ്റ്റോക്ക് ബ്രോക്കിംഗ്. അത് തകർന്നുപോയി. അതേപോലെ തന്നെ DB സ്റ്റോക്ക് ബ്രോക്കിങ്ങിനെതിരെയും അതിന്റെ സ്ഥാപകനായ ദീപാങ്കർ ബർമനെതിരെയും പോലീസ് കേസെടുക്കുകയും അന്വേഷണം തുടങ്ങുകയൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രോക്കിംഗ് ഫേമിന്റെ തകർച്ചയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നിക്ഷേപകർ എന്ന രീതിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ DB സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DB സ്റ്റോക്ക് ബ്രോക്കിംഗ് അന്യായമായിട്ട് അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത രീതിയിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. അതായത് ഇത് DB സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ സെബിയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സാധാരണ പോലത്തെ ഒരു ബ്രോക്കിംഗ് ഫേം തന്നെയാണ്. അതുകൂടാതെ നിക്ഷേപകരെ സ്വാധീനിച്ച് സുനിശ്ചിതമായ റിട്ടേൺസ് നൽകുമെന്ന് കരുതി അഷ്വേർഡ് റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ചെയ്തിട്ട്, അതായത് ഇയർലി 120-125% വരെ അഷ്വേർഡ് റിട്ടേൺസ് എന്ന് ഓഫർ ചെയ്തിട്ട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. നമുക്കറിയുന്ന പോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്ത് ഒരിക്കലും ഒരു അഷ്വേർഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് അത് 1% ആകട്ടെ അതുപോലും ആർക്കും ഓഫർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചു. നല്ലൊരു ദിവസം നോക്കിയിട്ട് 7000 കോടി രൂപ നിക്ഷേപകർക്ക് നഷ്ടം വരുത്തി സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിന്റെ DB എന്ന് പറയുന്ന ദീപാങ്കർ ബർമൻ മുങ്ങി. അതാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. ഇതിനെ തുടർന്ന് നിക്ഷേപകർ ദീപാങ്കർ ബർമന്റെ എല്ലാ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങി അവസാനം കണ്ടുകിട്ടിയത് ആകെ ഒരു സ്കോർപിയോ കാറ് മാത്രമാണ്. ഈ സ്കോർപിയോ SUV ഒക്കെ എടുത്തിട്ട് പോലീസിനെയൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുകൂടാതെ ആ കമ്പനിയിൽ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന മൊണലിസ ദാസ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിയെ കൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് ഈ ഒരു എംപ്ലോയിയെ കേസൊക്കെ ചാർജ് ചെയ്തിട്ട് ഉള്ളിലിട്ടിട്ടുണ്ട്. DB ബ്രോക്കിംഗ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമാണ്. ബ്രോക്കിംഗ് ബിസിനസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിന് കൂടെ തന്നെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, DB ബ്രോക്കിംഗ് 7000 കോടി രൂപയുമായിട്ട് ഇതിന്റെ ഡയറക്ടർ മുങ്ങി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ പേരും കൂടി ആ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഏഞ്ചൽ ബ്രോക്കിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 2019 ഇദ്ദേഹം ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ഓതറൈസ്ഡ് പേഴ്സൺ അഥവാ സബ് ബ്രോക്കർ ആയിരുന്നു. അതിനുശേഷം ഏകദേശം 200-250 ക്ലയൻസിനെയൊക്കെ കൂട്ടി. അപ്പോൾ അതിനകത്ത് പകുതിയിലേറെ ക്ലയൻസും ഇനാക്റ്റീവ് ആണ്. മൊത്തം ഇതുവരെ ആകെ ഏഞ്ചൽ ബ്രോക്കിങ്ങിലൂടെ ഉണ്ടായ ബ്രോക്കിംഗ് ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം മാത്രമേ ബ്രോക്കറേജ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം 2021 ആനുവൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കംപ്ലയൻസ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടും കൂടാതെ ഇദ്ദേഹം തന്നെ DB ബ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ബ്രോക്കിംഗ് ബിസിനസ് തുടങ്ങിയതിന് ശേഷം 2021 കൂടിയിട്ട് ഏഞ്ചലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാന്ധവം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നത്. എന്ത് പറയുന്നു? DB ബ്രോക്കിങ്ങും ഏഞ്ചലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നും DB ബ്രോക്കിങ്ങിന്റെ ഡയറക്ടർ പൈസയുമായി മുങ്ങിയെന്നും കേട്ട പോലെ ഏഞ്ചൽ ബ്രോക്കിംഗ് അന്ന് തകർന്നു എന്നുള്ള ഒരു സത്യം അവിടെ നിലനിൽക്കുന്നു. അതെല്ലാം പോട്ടെ, ഈ ഒരു തട്ടിപ്പ് എങ്ങനെ നടന്നു എന്ന് നോക്കാം. ദീപാങ്കർ ബർമൻ എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റഡ് പേഴ്സൺ ആയിട്ടൊക്കെ ഏഞ്ചലുമായിട്ട് ചേർന്നിട്ട് ബ്രോക്കറേജ് ബിസിനസ് ഉണ്ടാക്കാമെന്ന് കരുതിയൊക്കെ തുടങ്ങി. അതുകൂടെ തന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം, ശക്തമായിട്ടുള്ളൊരു PR വർക്ക് കൊണ്ട് DB ബ്രോക്കിംഗ് തുടങ്ങിയതിന് ശേഷം സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള പല ഫംഗ്ഷൻസ് ആകട്ടെ ഇതിൻ്റെ അകത്തൊക്കെ ചെന്നിട്ട് ഇദ്ദേഹം ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽസിനെ കുറിച്ച് അവബോധം നൽകുന്ന ഒരാളെന്ന രീതിയിലും ഇദ്ദേഹം വളരെയധികം പ്രസംഗങ്ങളൊക്കെ നടത്തി. പ്രത്യേകിച്ച് അടുത്തുള്ള കോളേജുകളിലൊക്കെ പോയിട്ട് ഇദ്ദേഹം വളരെയധികം പ്രസംഗങ്ങൾ നടത്തി. വളരെയധികം ഫിനാൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ക്യാപിറ്റൽ മാർക്കറ്റിനെ ക്ലാസ്സുകളും ഒക്കെ അവിടെ എടുത്തു. അതേപോലെ തന്നെ അദ്ദേഹം മറ്റു ശ്രദ്ധിക്കപ്പെട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് കാണുന്ന പലരും ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷൻ ട്രേഡിൻ്റെ അകത്ത് കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ പലരും ചെയ്യുന്ന പോലെ തന്നെ ഇദ്ദേഹം ഒരു വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ആരും കാര്യമായിട്ട് സംശയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞതെല്ലാം എല്ലാവരും വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. ഇതും പോരാത്തതിന് ഇദ്ദേഹം നമുക്കറിയുന്ന പോലെ തന്നെ കാശ് കൊടുത്തിട്ട് കുറേ മീഡിയ ആർട്ടിക്കിൾസ് ഉണ്ടാക്കി അവാർഡ് വാങ്ങിച്ചു. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ കുറച്ച് കാശ് കൊടുത്തൊരു അവാർഡ് നൈറ്റും ഒക്കെ സംഘടിപ്പിച്ച് സ്വന്തം അവാർഡ് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് അവാർഡുകളൊക്കെ അദ്ദേഹം സ്വന്തമായിട്ടൊക്കെ വാങ്ങിച്ചെടുത്തു. അതേപോലെ തന്നെ കാശ് കൊടുത്താൽ നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ന് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസ് ചാനലുകളിലും അതേപോലെ തന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലുകളിലും ഒക്കെ വേണമെങ്കിൽ ഒരാൾ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതെല്ലാം പബ്ലിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നമുക്കും ഇതേപോലെ തന്നെ കുറേ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 മുതൽ 6 ലക്ഷം രൂപ വരെയൊക്കെയാണ് മിക്ക മീഡിയ കമ്പനികളും ചോദിക്കാറുള്ളത് ഇതേപോലെ ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ. നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ന്യൂസ് ചാനലിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു എന്നൊക്കെ പറയുന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു PR വർക്കിലൂടെ മോശമില്ലാതെ ഒരു ബിൽഡപ്പ് കെട്ടിപ്പടുത്തു. അതിനുശേഷമാണ് ഈ പറഞ്ഞ സുനിശ്ചിതമായിട്ടുള്ള റിട്ടേൺസ് നൽകും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ബ്രോക്കിംഗ് ക്ലയൻസിനെ സമീപിക്കുന്നത്. 120% വരെ റിട്ടേൺസ് വലിയ തലവേദനയൊന്നും ഇല്ലാണ്ട് ഒരാൾ കൊണ്ടുപോയി തരുമെന്ന് പറയുമ്പോൾ
പ്രത്യേകിച്ച് ഇതേപോലെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും അവാർഡ് കിട്ടിയ ഒരാളും പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് കാശിട്ട് മിണ്ടാണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ എന്ന് കരുതി ഒട്ടനേകം പേർ കാശിട്ടു. ഇദ്ദേഹം ഈ കാശ് എവിടേക്കാണ് നിക്ഷേപിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഇദ്ദേഹം പല പല റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്തും തമ്മിലറിയാത്ത പല പല ബിസിനസ്സുകളൊക്കെ തമ്മിലാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. എന്തൊക്കെയായാലും പോട്ടെ, കാശ് പോയ വഴിക്ക് കാണാനില്ല എന്നുള്ളതാണ് സത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് നമുക്ക് വിചിന്തനത്തിന് വിധേയമാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം മോണലിസ ദാസിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ്. മോണലിസ ദാസും ദീപാങ്കർ ബർമനുമായിട്ടുള്ള എന്തൊക്കെ ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും മോണലിസ ദാസ് ആത്യന്തികമായിട്ട് ഒരു എംപ്ലോയി മാത്രമായിരുന്നു. ഇതിനു മുമ്പ് ക്രെഡിറ്റ് ബുൾസിന്റെ എംപ്ലോയീസിനെ പിടിച്ച് അകത്തിട്ടതുപോലെയാണ്. ക്രെഡിറ്റ് ബുൾസിന്റെ സ്കാം ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവും. അത് കമ്പനിയൊക്കെ പൊളിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ബുൾസിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ അകത്തിട്ട് കഴിഞ്ഞിട്ട് അവർ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറക്കാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. കാശ് കെട്ടിവെക്കാൻ അവരുടെ കുടുംബക്കാർക്ക് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിനാൻസ് കമ്പനികളിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം. അഥവാ മുതലാളിയൊക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളെ ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങളുടെ തലയിലായിട്ടിരിക്കും. ഇതൊക്കെ പലപ്പോഴും പല മൾട്ടിമീഡിയ അല്ലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്ന പലരോടും ഒക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പലരെ കൊണ്ടും പണം നിക്ഷേപിക്കുമ്പോൾ ആത്യന്തികമായി ഒരു ദിവസം ഇത് പൊളിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള കേസും കൂട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു എംപ്ലോയിയെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഒരു എംപ്ലോയിയും എംപ്ലോയറെയും ആ ഒരു കമ്പനീനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ പണിക്ക് ഇറങ്ങുക. പ്രത്യേകിച്ച് അത് ഒരു ഫിനാൻസ് സെക്ടറിൽ ആണെങ്കിൽ. അല്ലാതെ ഒരു ജോലി തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ചാടി വീണ് ജോലി ഏറ്റെടുക്കരുത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് വരുത്തി വെക്കുന്ന നഷ്ടം ചില്ലറയായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയധികം ഒക്കെ വലിയൊരു തട്ടിപ്പ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പ്രിന്റഡ് മീഡിയ എടുത്ത് നോക്കുക. DB ബ്രോക്കിംഗ് കാശുമായിട്ട് മുങ്ങി എന്നുള്ളത് ഒരൊറ്റ ലൈനിൽ വാർത്തകളിലും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും മിക്ക മീഡിയകളും. അതിനപ്പുറം ഒരു ഫോളോ അപ്പോ മറ്റൊരു കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. സെബി പോലും ഇനിയും അനങ്ങിയിട്ടില്ല. ഏത് രീതിയിൽ ഈ സാധനം സെറ്റിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. EDO അതുപോലുള്ള പ്രബലരായിട്ടുള്ള എല്ലായിടത്തും എത്തിപ്പഴിക്കാൻ പറ്റുന്ന ആരും ഇതിനെക്കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് അന്വേഷണം തുടങ്ങുന്നതായിട്ടും പറഞ്ഞില്ല. ലോക്കൽ പോലീസ് മാത്രമേ ഇപ്പോഴും അന്വേഷണം നടത്തുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്കോർപിയോ SUV അതുപോലും റോഡരികിൽ വെറുതെ കിടക്കുന്നത് കൊണ്ടുപോയി കൊടുത്തത് നിക്ഷേപകർ തെണ്ടിത്തിരിഞ്ഞ് നടന്നു നോക്കിയപ്പോൾ കിട്ടിയതാണ്. അങ്ങനെയാണ് അതുപോലും എത്തിയത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പല റെഗുലേറ്ററീസും ഇവരൊക്കെ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. നിക്ഷേപകരെ സംരക്ഷിക്കാൻ ഇവിടെ അവനവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുമായിട്ട് ഒരു ബാന്ധവത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 2 തവണ നിങ്ങൾ ആലോചിക്കുക. അത് ബ്രോക്കർ ആകട്ടെ, ഏതെങ്കിലും നിക്ഷേപ സ്ഥാപനങ്ങളാകട്ടെ, എന്തുമാകട്ടെ. പരാതിയും ഇതുമൊക്കെ ആയിട്ട് ചെന്നിട്ട് കേസും കൂട്ടമൊക്കെ നടത്തിയിട്ട് ഈ പണം തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറേ കാലം കഴിയും. അവസാനമായിട്ട് പറയുന്നത് ദീപാങ്കർ ബർമൻ മൗറീഷ്യസിലേക്കോ മൊറോക്കോയിലേക്കോ ഒക്കെ ആയിട്ട് മുങ്ങിപ്പോയൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്റർപോളിന്റെ സഹായം തേടണമെന്നാണ് പറയുന്നത്. കാശൊന്നും വെറുതെ ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാശ് പോയ നിക്ഷേപകർ പോയി എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം ഈ പറഞ്ഞതുപോലെ പലരുടെയും പുറമോടി കണ്ടിട്ട് മനുഷ്യസ്നേഹികളാണെന്നുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വലിയ കാശുകാരനാണെന്നുള്ള ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് അവരുടെ ജീവിത രീതികൾ കണ്ടിട്ട് ഇതെല്ലാം കണ്ടിട്ട് അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് നിങ്ങൾ ഒരിക്കലും വിലയിരുത്താൻ വേണ്ടി നിൽക്കരുത്. അക്കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞു. ഇഷ്ടംപോലെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് കൊടുക്കുന്ന ഒരു ഉത്തരേന്ത്യൻ പയ്യൻ സെബി എല്ലാവരും ഓടിച്ചിട്ട് പിടിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ള നഷ്ടം 1 കോടിയുടെ മുകളിലാണ് ട്രേഡിങ്ങിലൂടെ. പക്ഷേ ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം 6 കോടിയുടെ അപ്പുറം ഉണ്ടാക്കി. അദ്ദേഹത്തെ മാർക്കറ്റിൽ നിന്നും ബാൻ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ നിന്നും ബാൻ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറമോടികൾ കണ്ട് നിങ്ങൾ വീഴാതിരിക്കുക. കാരണം പണം നിങ്ങളുടേതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത കണ്ടപ്പം ഞാൻ ആലോചിച്ച് ഇതേപോലത്തെ ഒരു കാര്യമാണ്. ഉത്തര കേരളത്തിലെ ഒരു ഹാർഡ്വെയർ മെർച്ചന്റ് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വില കൂടിയ ഒരു ആഡംബര കാറിൽ ഒരാൾ വരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് ചാക്ക് സിമെന്റ് ചോദിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറയുന്നു. അതിനെല്ലാം ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ പണം ആഴ്ചയ്ക്ക് അവസാനം തരാമെന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ കാറൊന്ന് ഇവിടെ ഇരുന്നോട്ടെ വൈകുന്നേരം വരെ, കാരണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഓട്ടോയും വിളിച്ചു തരണം. തൽക്കാലം എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടില്ലാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് പ്രോജക്ട് സൈറ്റിലുള്ള തൊഴിലാളികളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒരു 50,000 രൂപയും കൂടി തരണം എന്ന് പറയുന്നു. കാറും ഇരിക്കുന്നു, ആളുടെ പത്രാസും കാണുന്നു, ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി പോകാൻ നോക്കുന്നു, വലിയൊരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നു, ആയിരക്കണക്കിന് ചാക്ക് സിമെന്റും ചോദിക്കുന്നു. ഇത്രയുള്ളതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കണക്കാക്കി ഈ 50,000 രൂപ കൊടുക്കുന്നു. ഓട്ടോക്കാരനോട് ഹാർഡ്വെയർ മർച്ചന്റ് ചട്ടം കെട്ടുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശൊന്നും വാങ്ങിക്കണ്ട, തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് വാങ്ങിച്ചു വന്നു. ഓട്ടോക്കാരൻ പറഞ്ഞു ഇദ്ദേഹത്തെ എയർപോർട്ടിൻ്റെ അടുത്ത് ഇറക്കി വിട്ടു വന്നു. അതിനുശേഷം പിന്നെ ഒരു അഡ്രസ്സും. ഈ ഒരു വാർത്ത നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. പിന്നെ തപ്പിച്ചെന്ന് കഴിഞ്ഞപ്പം മനസ്സിലാവുന്നു ഇന്നത്തെ രീതിയിൽ
പല ആഡംബര കാറുകളും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, കല്യാണങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ ഇതേപോലെ പുറംമോടി കാണിച്ചിട്ട് പലപ്പോഴും നാട്ടുകാരെ പറ്റിക്കുന്ന പല പല ആളുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് തട്ടിപ്പിൽപ്പെടാതെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഞായറാഴ്ചയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ട്രേഡിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റ് ഹോളിഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇതോടുകൂടി ഈ ഒരു അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.